വനിതാ സംവരണ നിയമം പ്രാബല്യത്തിൽ കേന്ദ്ര നിയമമന്ത്രാലയം വിജ്ഞാപനം പുറത്തിറക്കി. വനിതാ സംവരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ഭേദഗതി ബില്ലിൽ പാർലമെന്റിൽ ചർച്ച നടക്കുന്നതിനിടെയാണ് സർക്കാർ നടപടി. ബില്ലിന്മേലുള്ള വോട്ടെടുപ്പ് ഇന്ന് പാർലമെന്റിൽ നടക്കാനിരിക്കുകയാണ്. വനിതാ സംവരണ ഭേദഗതി ബിൽ, മണ്ഡല പുനർനിർണയ ബിൽ എന്നിവയിൽ ദീർഘമായ ചർച്ചയാണ് ഇന്നലെ പാർലമെന്റിൽ നടന്നത്. പുലർച്ചെ 1:30 വരെയാണ് ചർച്ച നീണ്ടത്. ഇതിനിടെ പുതിയ ഉത്തരവ് പുറത്തിറക്കിയ സർക്കാർ നടപടി വിചിത്രമാണെന്ന് കോൺഗ്രസ് നേതാവ് ജയറാം രമേശ് പറഞ്ഞു. ഇത് ആശയക്കുഴപ്പമുണ്ടാക്കുന്ന നീക്കമാണെന്നും അദ്ദേഹം പറഞ്ഞു. ആഗോള സമുദ്ര വ്യാപാര മേഖലയിലെ തന്ത്രപ്രധാനമായ മാരിടൈം ഹബ്ബാക്കി വിഴിഞ്ഞം തുറമുഖത്തെ മാറ്റാൻ കേന്ദ്രം. പശ്ചിമേഷ്യൻ സംഘർഷത്തെ തുടർന്ന് ആഗോള ചരക്ക് നീക്കത്തിലും സമുദ്ര വ്യാപാര മേഖലയിലുമുണ്ടായ അനിശ്ചിതത്വമാണ് രാജ്യത്ത് പുതിയൊരു മാരിടൈം ഹബ്ബ് സ്ഥാപിക്കാനുള്ള നീക്കത്തിന് പിന്നിലെന്നാണ് റിപ്പോർട്ട്. ഇന്ത്യൻ മഹാസമുദ്രത്തിൽ പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യങ്ങൾ ബാധിക്കാത്ത സമുദ്ര വ്യാപാര കേന്ദ്രമാണ് വിഴിഞ്ഞം വികസനത്തിലൂടെ ലക്ഷ്യമിടുന്നത്. ഭാവിയിൽ സിംഗപ്പൂർ, ദുബായ് തുറമുഖങ്ങൾക്ക് ബദലായി വിഴിഞ്ഞത്തെ സജ്ജമാക്കുകയാണ് ലക്ഷ്യം. ഇതിനുള്ള തുടർ നടപടികൾ സ്വീകരിക്കാൻ പ്രധാനമന്ത്രിയുടെ ഓഫീസ് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയത്തെ ചുമതലപ്പെടുത്തി. അഞ്ചരക്കണ്ടി ഡെന്റൽ കോളേജ് വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തിൽ ലോൺ ആപ്പിനെതിരെ കേസെടുത്ത് പോലീസ്. ഇൻസ്റ്റാപേ എന്ന ആപ്പിനെതിരെയാണ് കേസെടുത്തത്. നിതിൻ രാജിനെ ഭയപ്പെടുത്തി പണം തിരിച്ചടയ്ക്കാൻ പ്രേരിപ്പിച്ചുവെന്നാണ് എഫ്ഐആർ. മാനസികമായി പീഡിപ്പിച്ചുവെന്നും എഫ്ഐആറിലുണ്ട്. ചക്കരക്കൽ പോലീസ് സ്വമേധയാ കേസെടുക്കുകയായിരുന്നു. ലോൺ ആപ്പിൽ നിന്ന് അധ്യാപികയായ ലതയ്ക്ക് ഫോൺ കോളുകൾ വന്നിരുന്നു. തുടർന്ന് നിതിൻ രാജിനെ പ്രിൻസിപ്പൽ ചേംബറിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. തൊട്ടു പിന്നാലെയായിരുന്നു നിതിൻ ആത്മഹത്യ ചെയ്തത്. സംവിധായകൻ രഞ്ജിത്തിനെതിരായ ലൈംഗികാതിക്രമ കേസിൽ നടൻ ബോബി കുര്യനെ പോലീസ് ചോദ്യം ചെയ്തു. രഞ്ജിത്തിനെ ഒളിവിൽ പോകാൻ സഹായിച്ചുവെന്ന സംശയത്തിലായിരുന്നു ചോദ്യം ചെയ്യൽ. രഞ്ജിത്തിനെ കസ്റ്റഡിയിലെടുത്തപ്പോഴാണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞതെന്നും ബോബി കുര്യൻ മൊഴി നൽകി. എന്നാൽ ബോബിയുടെ മൊഴി അന്വേഷണ സംഘം വിശ്വാസത്തിലെടുത്തിട്ടില്ല. ബോബിയെ വീണ്ടും ചോദ്യം ചെയ്യാനുള്ള നീക്കത്തിലാണ് അന്വേഷണ സംഘം. രഞ്ജിത്തിനൊപ്പം കാറിലുണ്ടായിരുന്ന സഹസംവിധായിക ശാലിനിയെയും ചോദ്യം ചെയ്തിരുന്നു. ക്ഷേത്ര ഭാരവാഹികൾക്കെതിരെ ഉണ്ണികൃഷ്ണൻ പോറ്റി. ബംഗളൂരു ശ്രീരാമപുരം അയ്യപ്പ ക്ഷേത്ര ട്രസ്റ്റ് ചെയർമാനും ഭാരവാഹികൾക്കുമെതിരെ കോടതിയെ സമീപിച്ച് ശബരിമല സ്വർണ്ണക്കടത്ത് കേസിലെ പ്രധാന പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റി തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് ഹർജി സമർപ്പിച്ചത്. ട്രസ്റ്റ് ഭാരവാഹികൾ മുൻവൈരാഗ്യം തീർക്കാൻ താൻ സാമ്പത്തിക ക്രമക്കേട് നടത്തിയ തരത്തിൽ അപകീർത്തികരവും അവാസ്തവവുമായ കാര്യങ്ങൾ പറഞ്ഞുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഹർജി. ട്രസ്റ്റ് നടത്തിപ്പുമായി ബന്ധപ്പെട്ട ക്രമക്കേടുകൾ പുറത്തു വന്നതിന് ഭാരവാഹികൾക്ക് തനിക്കെതിരെ മുൻവൈരാഗ്യമുണ്ടെന്ന് ഹർജിയിൽ പോറ്റി പറയുന്നു.